അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഞാൻ പേടിച്ചു വല്ല അടിയും വഴക്കും ഉണ്ടാക്കുമെന്ന. ഞാനിപ്പോ ഒരു പാവല്ലേ, പഴയ സ്വഭാവമൊക്കെ എന്നെ വിട്ടു. നല്ലൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. ഏട്ടൻ വന്നിട്ടുണ്ടോ? കാർ കിടക്കണം. അമ്മ വിളിച്ചു വരുത്തിയതാ. എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം? എല്ലാരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവസാനം അമ്മ കരഞ്ഞു. ഒരു കാര്യം എല്ലാവരും ആലോചിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താ നിക്കണ കേസാ. ആര് നിൽക്കും? വാദിവാദം നിൽക്കും. വെളിയിൽ ജയിക്കും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം രവികളിന് 2 കുട്ടികൾക്കും ഈക്വൽ ഷെയറിന് അവകാശമുണ്ട്. ദാറ്റ്സ് ഓൾ. എന്തോട്ട് സക്സഷൻ ആക്ട്? നമുക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന വക്കീലിനെ കാണാം. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളുടെ കോടതിയിൽ അല്പം നെർവസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ലോ പോയിന്റുകൾ പച്ചവെള്ളം പോലെയാ. കോടതി കേസൊന്നും വേണ്ട. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? രവിയേട്ടന്റെ മക്കൾക്ക് അവകാശമുള്ളത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. എന്തായാലും അത് നമ്മൾ ചെയ്യണം. ഒന്ന് പോടി കൊടുന്ന്. നീ കൊടുത്തോ. അമ്മയല്ല ആര് പറഞ്ഞാലും ഒരു പൈസ ഞാൻ കൊടുക്കൂല. ഇവളൊരു കഴുത. ബുദ്ധിയില്ല, ബോധമില്ല. എനിക്ക് ബുദ്ധിയില്ല, ബോധമില്ല. നിങ്ങൾക്ക് കണ്ടല്ലോ, അത് മതി. ഞാൻ അമ്മയുടെ ഭാഗത്ത. രവിയേട്ട, രാവിലെ മുതൽ അമ്മ അന്വേഷിക്കുക. എന്താ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായോ? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കോടതിയും കേസിന്റെ കാര്യം പറഞ്ഞാട്ടു. എന്താ സനത്? ഓ, ഒന്നും അറിയാത്ത പാവം. അളിയൻ വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. എല്ലാ കളിയും കളിച്ചിട്ട് മാറുക, എന്നിട്ട് പിന്നിലിരുന്ന് ഇങ്ങനെ വലിക്കുക. കൊച്ചു കള്ള. ചൂടാവല്ലേ? ഒന്നുമില്ല, നീ പോയിക്കോ അങ്ങോട്ട്. കാര്യം എന്താ വെച്ചാ പറയേ. ആരെങ്കിലും കാര്യം ഇത്രയേ ഉള്ളൂ. അച്ഛനുള്ളപ്പോൾ ഭാഗം കഴിഞ്ഞതാ. 5-8 കൊല്ലായി. ഒക്കെ ഭൂമിയാ. ഞങ്ങൾ അതൊക്കെ എടുത്ത് അലമാരി വെച്ചേക്കല്ല. ചിലർ വിറ്റു, ചിലർ ബാങ്കിൽ സെക്യൂരിറ്റി വെച്ച് ലോൺ എടുത്തു. അമ്മ എപ്പോൾ പറയണു രണ്ടാമത് ഭാഗിക്കണമെന്ന്? എന്തിനാണെന്ന് ഞങ്ങൾ എങ്ങനെ പറയാം? അമ്മയെ കൊണ്ട് പറയാൻ പറ്റുക ഞങ്ങളല്ലോ. പിന്നാരാ? ഞാനോ? എനിക്കെന്തിനാ ഇവിടെ ഭൂമിയും സ്വത്തുക്കളും? ഞാൻ അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരാൾ. എനിക്കവിടെ സ്വന്തമായിട്ടൊരു മുറി അടുക്കളയുണ്ട്. അത് തന്നെ ധാരാളം. പിന്നെ എനിക്കിവിടെ കുറെ ഭൂമി കിട്ടിയിട്ടെന്തിനാ? വിൽക്കാലോ. വിറ്റ് പണമായിട്ട് കിട്ടിയാ പുളിക്കോ? എൻ്റെ പൊന്നു മോളെ, പുളിക്കൊന്നുമില്ല, എന്നാലൊട്ടും മധുരിക്കോ ഇല്ല. ഇക്കണ്ട കാലം മുഴുവൻ എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചയാളാ രവിയേട്ടൻ. പിന്നെ എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർ വഴിയാധാരായി പോരെന്നൊരാശയുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. അപ്പോ പിന്നെ അമ്മ ഈ പറയണതോ? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. അളിയോ, രവി ഇപ്പോൾ ഒരു പാവ. കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാൻ നിൽക്കാറില്ല. എന്ന് വെച്ച് മോശക്കാരനൊന്നുമല്ല. കോടതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആളാ. ചിലപ്പോൾ ചില അണ്ടർവേൾഡ് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അയ്യോ, അവിടെ കേസും വകുപ്പൊന്നും നടക്കില്ല കേട്ടോ. തോക്കും പിടിയുള്ളൂ. ഗംഗേട്ടൊന്ന് പേടിക്കാതിരിക്കേ. അതിലും വലിയ മാഫിയ കണക്ഷൻസ് എനിക്കുണ്ട്. ഓ ആ അമ്മേ, സ്വത്തുക്കളൊക്കെ വീണ്ടും ഭാഗിക്കണം അമ്മ പറഞ്ഞു. പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ടതാ. എന്തിന്? എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അച്ഛനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തിനാ അമ്മ ഇവിടെ സ്വത്തും ഭൂമിയൊക്കെ? അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകൂലേ? എങ്ങടെ? എങ്ങിട്ടെന്ന് അതുകൊള്ള. എനിക്ക് അവിടെ ഒരു ജോലിയും കുട്ടികളുടെ പഠിപ്പൊക്കെ ഇല്ലേ? നീ ജോലി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ജീവിക്കാൻ. ഇനി അന്യ നാട്ടിൽ പോയി നരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികൾക്ക് എവിടെയുണ്ട് സ്കൂള്? അമ്മ എന്താ ഈ പറയണേ? ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു വീടുണ്ട്. എന്താ ഈ വീട് നിനക്ക് സുഖം പോരെ? പോരെങ്കിൽ പൊയ്ക്കോ. ആരും വേണ്ട എനിക്ക്. എല്ലാവർക്കും അവരവരുടെ കാര്യം. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? കണ്ടു മോഹിക്കാണ്ട് നേരത്തെ അങ്ങോട്ട് ചത്തുകെട്ട് പോയാ മതിയായിരുന്നു. സീത, അമ്മ പറയുന്നത് കേട്ടോ, നമ്മളെ പോവാൻ സമ്മതിക്കില്ലാന്ന്. അയ്യോ അമ്മേ, പോകണം. മോളെ, ഇനി നിന്റെ വീടിതാ. ലച്ചുവിനെ പിരിഞ്ഞാൽ നിനക്ക് സഹിക്കോ? പറ, സഹിക്കോ? ഞാൻ നീറി നീറി ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയെന്നറിയോ? ഇനി എന്റെ മോനെ എന്നീന്ന് പിരിച്ചുകൊണ്ടുപോകരുത്. ഈ അമ്മയുടെ അപേക്ഷയാ. അമ്മ കുറച്ചു കാലെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ഞങ്ങള് വർഷാവർഷം വന്നാ പോരമ്മേ? പോരാ, എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ മരിക്കുന്നത് വരെയെങ്കിലും. ഫോണുണ്ട്. ആരാ? ഹരി. ആ, നീ ഇത് എവിടുന്നാ? ഞാൻ കോയമ്പത്തൂർ പോണ വഴിയാ. നീനയുടെ അച്ഛനെ ഒന്ന് കാണണം. ഇല്ല, ഒറ്റയ്ക്കാ.
അവൾക്ക് ഒരു തലവേദന. മാത്രമല്ല ഞാൻ ചിലപ്പോൾ മദ്രാസ് വരെ ഒന്ന് പോകും. ആ അത് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയായി. രവിയേട്ടൻ തിരിച്ചു പോണില്ലെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ കഴുതേ, അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ പോവോ. അമ്മയെ മണിയടിച്ച് അവന് വേണ്ടത് അവൻ മേടിക്കും. നീയും സുനന്ദയും ഗീതൊക്കെ അവിടുന്ന് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ പേര് രാജ്യത്തുനിന്നല്ല. അമ്മയുടെ പേരിലുള്ള വീടും പറമ്പും നമുക്ക് 4 പേർക്കെ കിട്ടുന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഏട്ടൻ അറിയാലോ. ഞാനെന്ത് ചെയ്യാനാ? ആദ്യം എൻ്റെ വാക്ക് അനുസരിക്കാൻ. എല്ലാവർക്കും വലിയ സിമ്പതി ആയിരുന്നല്ലോ. ഹലോ ഹലോ ഹലോ, ഛേ റേഞ്ച് ഇല്ല. രവി പോണില്ലാന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മയുടെ പേരിലുള്ള വീടും പറമ്പും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാന്നാണല്ലോ ബില്ലില്. അത് രവിക്ക് കൊടുത്തോട്ടെ. ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചോളാം. ഡോക്ടർ രാധ അത് ഇടപെടണ്ട. ഇതെന്തൊരുറക്കം എന്റെ മനുഷ്യ. ഇവിടെ കിടക്കപ്പായ്ക്ക് തീ പിടിക്കുമ്പോഴാ ഒടുക്കത്തൊരുറക്കം. തലമണ്ടയ്ക്കകത്ത് നിങ്ങളുടെ അല്ല എന്റെ, പിന്നെ എന്റെ മക്കളുടെ. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അല്ലേലും നിങ്ങളൊന്നും കാണില്ല. സ്വന്തം അനിയൻ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ കയ്യും കെട്ടി ഇറങ്ങി പോന്നവനല്ലേ. ഇപ്പതാ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അതിന് വല്ല വകുപ്പുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോ ഇരുന്ന് തൂങ്ങുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 1ഉം 2ഉമല്ല, 9 ഏക്കറും ഈ ബംഗ്ലാവുമാണ്. 1 കോടിയാ ഒരാൾക്ക്. ഈ സെന്റിമെന്റ്സും പറഞ്ഞ് അത് കളഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോവും. ഞാനായിട്ട് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ? ആ, ഇനി തീർന്നില്ല ഈ പണത്തിന് ആർത്തി. കല്യാണത്തിന് മുൻപ് എന്റെ പിന്നാലെ നടന്നിരുന്ന കാലത്ത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? എനിക്ക് നിന്റെ സ്വത്ത് വേണ്ട, പണം വേണ്ട, നിന്റെ കണ്ണുകൾ മാത്രം മതിയെന്ന്. എടി, അത് പ്രേമിച്ചിരുന്ന കാലത്തല്ലേ. അന്ന് നിന്റെ കണ്ണുകൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇതിലും നല്ല കണ്ണുകൾ വേറെ ഉണ്ടല്ലോ. പിന്നെ ധാരാളം. ഈ ലോകത്ത് എത്ര വെറൈറ്റി കണ്ണുകളാ. ഓ, പക്ഷേ എനിക്കിപ്പോ കണ്ണുകളോടല്ല പ്രേമം, പണം. അതെത്ര കിട്ടിയാലും ഇഷ്ട. ഇനി മതി, കടച്ചിൽ കുറഞ്ഞു. ഉറക്കം വരുന്നെങ്കിൽ മോൻ പോയി കിടന്നോ. വേണ്ട, അമ്മ ഉറങ്ങിട്ടെ ഞാൻ ഉറങ്ങുള്ളൂ. നിന്റെ മുഖം എന്താ വാടിയിരിക്കണേ? ഏയ് ഒന്നുമില്ല. അതല്ല, അമ്മയ്ക്ക് കണ്ടാൽ അറിയില്ലേ. പറ, എന്താ? വേറൊന്നുമില്ല, എന്റെ ജോലി പോയിട്ടുണ്ടാവും ഇപ്പോ. അതിനെന്തിനാ വിഷമിക്കണേ? അത്ര നല്ല ജോലിയാ. ജോലി സ്വീപ്പറാ. എന്നാലും 5-8 കൊല്ലം എന്നെ പോറ്റിയതല്ലേ. അത് പോകുമ്പോ എന്തോ ഒരു സങ്കടം. ഇവിടെ ഈ കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തിയ എല്ലാരെക്കാളും നന്നായിട്ട് നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാം. പിന്നെന്താ? അതെ. പോട്ടെ. അളിയനെന്താ ഉറങ്ങിയില്ലേ? ഞാനും ഹരിയും കൂടെ ഒരു സ്മോളൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു. നിന്റെ കുടുംബം നീ കലക്കുവരടാ. വിടന്നെ, ഞാൻ കാല് പിടിക്കാം. കൊന്നുകളെ ഞാൻ. അടക്കടി കഥ. തെമ്മാടിത്തരം കാണിക്കുന്നത്. വിടില്ല തന്നെ ഞാൻ. ഹരി ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണോ താൻ ഇവിടെ വന്നത്? പറടാ, പറയാൻ. ഞാനോ? സ്വന്തം അനിയന്റെ ഭാര്യയല്ലോ, പെങ്ങളെ പോലെ കാണണ്ട അവളെ. എന്താ സുരേഷ് നാരിത്തരം കാണിക്കുമ്പോ ഓർക്കണം. എന്താ പ്രശ്നം? ഇയാളോ അങ്ങനെ ശരിയാവില്ല. ഗംഗേട്ടാ, എന്താ എന്താ ഏട്ടാ? എന്താ സുരേഷേട്ടാ? നീ പോയേ, നാറ്റ കേസാ. എന്റെ നീനെ കിടന്നുറങ്ങുമ്പോ വാതിലടച്ചൂടെ? രാജേട്ടൻ പറഞ്ഞപ്പോ ചെറുപ്പകാലത്തെ ചില കുസൃതിയാണെന്ന് ഞാൻ കരുതിയുള്ളൂ. ഭാര്യയും 2 പിള്ളേരും അതിലോടോ തനിക്ക്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്താ കേട്ടോ ഇതൊക്കെ? പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. പറയൊന്നും വേണ്ട, മനസ്സിലായി. വിളിച്ചോണ്ട് പോ ഭർത്താവിനെ. രാത്രിയായ മുറിക്ക് പുറത്ത് വിടണ്ട. ഇവിടെ വേറെ പെണ്ണുങ്ങളുള്ളതാ.
എന്താ എന്താ പറഞ്ഞത്? സീത ഇവളൊട്ടും ശരിയല്ല. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ലേ. മനസ്സിലായില്ലെങ്കിൽ വേണ്ട. വല്ലതും സംഭവിച്ചോ നീനെ? ആ അതിനു മുമ്പ് ഞാൻ കണ്ടു. ആ വാതിൽ തുറന്ന് അകത്ത് കയറി, എന്നിട്ട് കാഴ്ച കണ്ട് നിൽക്കുക. എന്താ കഥ? എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ബഹളം ഒന്നുമില്ല, അമ്മ കിടന്നോളൂ. എന്തിനാ അമ്മ വിളിക്കണേ? അമ്മ അറിയട്ടെ പുന്നാരമോന്റെ സ്വഭാവം. മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാ മനസ്സിലാവും. ഹരി കോയമ്പത്തൂർക്ക് പോയിരിക്കാം. ആ തക്കത്തിന് രവിയേട്ടൻ നീനയുടെ മുറി കയറി കണ്ണടിച്ച് പൊട്ടിച്ചു കളഞ്ഞാൻ. അനാവശ്യം പറഞ്ഞ ഓ അനാവശ്യം കാണിക്കാം. സുരേഷ് കണ്ണുകൊണ്ട് കണ്ടതാ. ആര്? ആ ഞാൻ ഗംഗേട്ടനോട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വരുമ്പോഴാ രവിയളി എന്താ ഇവിടെ നിന്നിങ്ങനെ പരുങ്ങുന്നു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചു നേരം അവിടെ മാറി നിന്നു. അപ്പൊ ദാ വാതിലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കുക. പിന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി. എന്തെങ്കിലും മോഷ്ടിക്കാനാവുന്ന ഞാൻ കരുതിയത്. നോക്കിയപ്പോ കട്ടിലിന്റെ അടുത്ത് വന്ന് നിന്ന് നീനെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് രസിക്കണം. ശരിയാണോടി? ഞാൻ കണ്ടില്ല. വഴക്കൂടനെ ശബ്ദം കേട്ടപ്പോഴാ ഞാൻ ഉണർന്നത്. അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല. പഴയ സ്വഭാവം മാറോ? പാവം ആ പ്രേമി. പഴയ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വിളമ്പണ്ട. എല്ലാരും പോ. വാതിലടിച്ച് കുറ്റിയിട്ട് കിടക്കടി. കുറ്റിട്ടോ? ഓ സ്വന്തം മുറിയിൽ കുറ്റിയിടാത്താണ് ഇപ്പൊ കുഴപ്പം. അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ രവിയേട്ടൻ മതി. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ. ഞങ്ങൾ അന്യന്മാര് പുറത്ത്. എനിക്കിത് കിട്ടണം. ഇനി എന്തിനാ കുറ്റി ഇടിച്ച പോലെ നിൽക്കണം? പുറത്താരും അറിയണ്ട. സീത കരയരുത്. നീ കരഞ്ഞാൽ എൻ്റെ ബലം മുഴുവൻ പോവില്ലേ? ഇതൊന്നും സാരില്ല. എനിക്കെന്നും ചീത്ത പേരല്ലുണ്ടായിട്ടില്ല. നിനക്കെന്നെ അറിയാം. സത്യേശ്വരൻ അത് മതി. ഞാനൊന്നും മിണ്ടിയ 2 ബന്ധങ്ങളാ തകരുക. ഇങ്ങനെയാണോ ബന്ധങ്ങൾ? ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യ വഞ്ചിക്കുന്നു, എന്നിട്ട് ബന്ധങ്ങൾ. കലികാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. സത്യ ആരുടെയും കണ്ണിപ്പെടില്ല. ഏട്ടന് ഒരബദ്ധം പറ്റിയതാ. അരിയുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ആ മുറി കയറി ചെന്നത്. സുരേഷ് അത് തെറ്റിദ്ധരിച്ചു. ഏട്ടൻ എന്തിനാ വിഴുപ്പ് ചുമക്കണേ? എനിക്കറിയാം എൻ്റെ ഭർത്താവിനെ. ഇത് തുടങ്ങിയിട്ട് കൊല്ലം ഒന്നായി. ഒന്നും ചോദിക്കാൻ വയ്യ, പറയാൻ വയ്യ. ഒരു മോനുണ്ടേ പോയില്ല എനിക്ക്. അവൻ അച്ഛൻ വേണം. ഞാൻ കരുതിയത് അവന് നിന്നോട് വലിയ ഇഷ്ടമാണെന്നാ. ഇഷ്ടം? അത് വെറും ഒരു അഭിനയം. ഈ സ്വത്തിനോട് മോഹമില്ലായിരുന്നെങ്കിൽ എന്നെ എന്നെ വിട്ടുപോയിന അയാള്. ഞാൻ അച്ഛനോട് വാശി പിടിച്ചു നടത്തിയ കല്യാണം ഞാൻ അനുഭവിക്കണം. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്, അറിയുന്നത്? ഇതിനാണോ ഞാൻ ചാവാണ്ടിരുന്നത്? അമ്മ സങ്കടപ്പെടാണ്ടിരിക്കും. ഇതൊന്നും സാരല്ല. മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും എന്റെ കുടുംബത്തെ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മേ, എല്ലാം ശരിയാവും. അമ്മ ചെന്ന് കിടക്ക. ഈ നരകത്തിൽ നിന്ന് നിന്റെ ഭാര്യയും മക്കളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇല്ലമ്മേ, ഇതെന്റെ വീടാണ്. ഇതൊരു നരകമാകാൻ ഞാൻ സമ്മതിക്കില്ല.